അങ്ങനെ കൂട്ടരെ കേരള സ്റ്റോറി മൂലം കേരളത്തിന് നഷ്ടപ്പെട്ട മതേതര പ്രതിച്ഛായ ആഗോളതലത്തിൽ കുംഭമേള കേളിന്റെ കല്യാണം നമ്മുടെ നാട്ടിൽ വെച്ച് നടത്തി കൊടുത്തതുകൊണ്ട് തിരിച്ചു കിട്ടിയിട്ടോ. മാപ്പറകളുടെ റിപ്പോർട്ടിംഗ് കണ്ടാൽ അങ്ങനെയാണ് തോന്നുന്നത്. ക്ഷണിച്ചിട്ടാണോ അല്ലയോ എന്ന് അറിയില്ല. എന്തായാലും ഓടി വന്ന് ഈ മാംഗല്യം നടത്തി കൊടുത്ത ശിവാണനും നമ്മുടെ ഗോവിന്ദമാഷിനും എ റഹീനും മറ്റെല്ലാ സഹാക്കൾക്കും ആയിരം ചുവപ്പ് അഭിവാദ്യങ്ങൾ. ഇത് കേരളമാണ്, നമുക്ക് ഉറക്കെ പാടാം. സതീശിനെ അറിയുന്നതിന് മുമ്പ് മാഷ കല്യാണം അങ്ങോട്ട് നടത്തി കൊടുത്തു. മോദിയുടെ റോഡ് ഉദ്ഘാടനത്തിന് മറുപടി ആലോചിക്കുന്ന തിരക്കിലായിരുന്നുകൊണ്ട് പലർക്കും എത്താൻ കഴിഞ്ഞില്ല എന്നാണ് കേട്ടവരൊക്കെ ഞെട്ടിപ്പോയി. ഞെട്ടിക്കൽ കല്യാണം കേരളത്തിൽ നടക്കുമെന്ന് ആ കുട്ടിയോട് ആരൊക്കെ പറഞ്ഞു കൊടുത്തുവട്ടെ. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഞെട്ടിക്കൽ പരിപാടി കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെ വന്നാൽ ഫ്രീ ആയി തിരിച്ചു പോകുമ്പോൾ കുറെ മതേതരവും വാരി കൊണ്ടുപോകാം എന്നും അത് മറ്റു സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി നല്ല വിലയ്ക്ക് കൊടുക്കാമെന്നും ചെവിയിൽ ആരൊക്കെ ഓതി കൊടുത്തു എന്നും പറഞ്ഞു കേൾക്കും. ഇനി നമുക്ക് ഒന്നുകൂടി കാര്യത്തിലേക്ക് കടക്കാം. ഒരു സിനിമാ ഷൂട്ടിങ്ങിന്റെ ഭാഗമായാണ് മധ്യപ്രദേശുകാരിയായ മൊണാലിസയും മഹാരാഷ്ട്രക്കാരനായ കാമുകൻ ഫർമാനും കേരളത്തിലെത്തിയത്. സുരക്ഷിതവും സുന്ദരവുമായ കേരളം കണ്ടപ്പോൾ അവർക്ക് കല്യാണം കഴിച്ചാൽ തരക്കേടില്ലെന്ന് തോന്നി. ഇനി ഇതിന്റെ പേരിൽ മഹാരാഷ്ട്രയും മധ്യപ്രദേശും യുദ്ധമുണ്ടാകുമോ ആവും. മതേതരം ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന സമയമാണല്ലോ. ഇലക്ഷനും അടുക്കാറായി. നേരെയാക്കാൻ അധികം ദിവസങ്ങളുമില്ല. ഭരണം തീരാറായി. പെട്ടെന്നാണ് പട്ടിണി കിടന്നവന് ചക്കക്കൂട്ടാൻ കിട്ടിയ പോലെ മൊണാലിസ ഫർഹാൻ കല്യാണ പരിപാടി കിട്ടിയത്. തിരുവനന്തപുരത്ത് ഒരു ഈച്ച പാറിയാൽ ശിവാണൻ അറിയും. സതീശന്റെ ശിങ്കിടികൾ അറിയാൻ കുറച്ച് വൈകിപ്പോയി. എന്തായാലും അമ്പലത്തിൽ വെച്ച് താലികെട്ട് കഴിഞ്ഞു. രക്തഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാർത്തി. വെളുക്കാൻ തേച്ചത് പാണ്ടാകുമോ എന്ന ഭയത്തിലാണിപ്പോൾ ഗോവിന്ദമാഷും പാർട്ടി. സംഖ്യകൾ പറയുന്നത് സത്യമാണെങ്കിൽ പുലിവാലാകും. കിട്ടിയ മൈലേജും പോകും. സംഖ്യകൾ ചോദിക്കുന്നു, വധു മുസ്ലിം ആയിരുന്നെങ്കിൽ ഗോവിന്ദമാഷും കുട്ടികളും വന്ന് നടത്തി കൊടുക്കുമായിരുന്നോ? കുറച്ച് പൊളിക്കും എന്നാണ് പറയുന്നത്. ഈ ചോദ്യങ്ങൾ വെരി ഓൾഡാണെന്ന് പ്രബുദ്ധർ തള്ളിക്കളയുമെന്നും പാർട്ടിക്കറിയാം. സംഖ്യകൾ അടങ്ങിയിരിക്കുമോ? സർക്കാർ രേഖകൾ പ്രകാരം 21 ജനുവരി 2009 മൊണാലിസയുടെ ജനനത്തീയതി. അങ്ങനെയാണെങ്കിൽ 18 ആയിട്ടില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ബാലവിവാഹം നടത്തി വകുപ്പ് മാറും. ഗോവിന്ദമാഷെ, ഇത് സർക്കാർ സ്പോൺസേഡ് കൂട്ടിക്കൊടുപ്പാണ് അല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം കൂടുതൽ വിവരങ്ങൾ. ഇതിന്റെ പേരിലുള്ള കോലാഹലം കണ്ട് ഇനി ഇതിലേറെ സമാധാനമുള്ള വേറെ സംസ്ഥാനമുണ്ടോ എന്ന സെർച്ചിങ് തിരക്കിലാണ് ഫർഹാനും മൊണാലിസയും. വേടന്റെ കല്യാണം നടത്തി ക്ഷീണം മാറുന്നതിന് മുമ്പ് ഏറ്റെടുക്കേണ്ടായിരുന്നെന്ന് ചില ഭാഗത്തു നിന്നും അടക്കം പറച്ചിലും കേൾക്കുന്നുണ്ട്. റിയൽ സ്റ്റോറി ഇനി നാളെ മാറുമോ എന്നറിയില്ല. എന്തായാലും അവരിവിടെ സുഖമായിട്ട് കഴിയും.